നമസ്കാരം, ഞാൻ അനൂപ് പെരുമ്പാവൂര്. സങ്കീർണമായ രോഗനിർണയം നടത്തുന്ന സമയത്ത് അതിൽ 80% പരാജയമാണെന്നുള്ളതാണ് ഇന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മറുനാടൻ പുറത്തുവിട്ട ഒരു വീഡിയോ കണ്ടിരുന്നു. ജൂലൈ 1-ാം തീയതിയോ 2-ാം തീയതിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. മനുഷ്യ ഡോക്ടർമാരെ കടത്തിവിട്ടാൻ AI ഡോക്ടർമാരെന്ന് പറയുന്ന വീഡിയോ. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം, അതായത് അദ്ദേഹം മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് നിരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഹെഡ് പുറത്തുവിട്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 10 രോഗികളെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അവരുടെ രോഗനിർണയം നടത്താനായിട്ട് തിരഞ്ഞെടുത്ത സമയത്ത് ആ ഒരു 10 രോഗികളുടെ രോഗനിർണയം നടത്തിയ സമയത്ത് 2 പേരുടെ രോഗനിർണയം മാത്രമേ മനുഷ്യ ഡോക്ടർമാർ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം തന്നെ AI ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് ഇവരുടെ രോഗനിർണയം നടത്തിയ സമയത്ത് 8 പേരുടെയും രോഗം നിർണ്ണയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 20% ആളുകളുടെ രോഗനിർണയം മാത്രമേ കൃത്യമായിട്ട് നടത്താൻ മനുഷ്യ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ വന്നിട്ട് അതിന് ശേഷം ഇതിനൊരു ചർച്ച കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആകാംക്ഷ ഉളവാക്കുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും, അല്ലേ? അതായത് 80% ആളുകളെയും ചികിത്സിക്കുന്നത് രോഗം അറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ രോഗത്തിനല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹോസ്പിറ്റലിൽ എന്തിനാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത തന്നെ വരുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു പ്രശ്നം നമ്മൾ ഗൗരവമായി കാണുന്നു.